വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ഇർഷാദ് ഖാൻ. അപ്പം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് HSST അധ്യാപക തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ വരുമോ എന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ അകത്ത് കുറച്ച് ഡൗട്ടുകൾ വന്നിരുന്നു. HSST കമ്പ്യൂട്ടർ സയൻസിന് ഉടൻ നോട്ടിഫിക്കേഷൻ വരുമോ എന്ന് ചോദിച്ചിരുന്നു. ഒരിക്കലും കമ്പ്യൂട്ടർ സയൻസിന് ഉടൻ നോട്ടിഫിക്കേഷൻ വരില്ല. കാരണം കമ്പ്യൂട്ടർ സയൻസിൻ്റെ കഴിഞ്ഞ എക്സാമിൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഉടനെ അത് പ്രതീക്ഷിക്കേണ്ട. അതുപോലെ തന്നെ കൊമേഴ്സും കഴിഞ്ഞ എക്സാമിൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അപ്പം അതും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ മറ്റൊരു കാര്യം, സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നോട്ടിഫിക്കേഷൻ വൈകുമോ എന്നൊരു ആശങ്ക ഉദ്യോഗാർത്ഥികൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഞാൻ കൃത്യമായിട്ട് തന്നെ ഉത്തരം പറയുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം അതായത് ഈ വരുന്ന തിങ്കളാഴ്ച 15-ാം തീയതി PSCയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. PSCയുടെ ബോർഡ് മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ മാസം 30-ാം തീയതി, അതായത് ഈ വർഷം അവസാനമുള്ള മെഗാ നോട്ടിഫിക്കേഷൻ്റെ കുറച്ച് നോട്ടിഫിക്കേഷൻ അവർ PSC ബോർഡ് അംഗീകാരം കൊടുത്തു. അതിൻ്റെ അകത്ത് LD ക്ലർക്ക് ബീവറേജ് ഉണ്ട്, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ 2 ഹയർ സെക്കൻഡറി തസ്തികയുടെയും നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്ന് ജിയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അത് ജൂനിയർ ആണ്. ഓൾറെഡി സീനിയറിൻ്റെ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ജൂനിയർ വന്നിട്ടുണ്ട്, വിളിക്കുന്നുണ്ട്, വീണ്ടും അപ്രൂവൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി സൈക്കോളജി, അത് സീനിയർ ആണ്, കാരണം ജൂനിയർ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഇനി ഇത് രണ്ടുമാണ് നമുക്കുള്ള ഹിൻഡ് എന്ന് പറയും. ഇനി നമ്മൾ നോക്കേണ്ടത് ഹയർ സെക്കൻഡറി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതിൻ്റെ ചരിത്രമാണ്. ബഹുഭൂരിപക്ഷം വർഷങ്ങളിലും ഹയർ സെക്കൻഡറിയുടെ നോട്ടിഫിക്കേഷൻ ഒരു വർഷം തന്നെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നോട്ടിഫിക്കേഷൻ ഒരുമിച്ചായിരുന്നില്ല പല ഘട്ടങ്ങളിലും വന്നുകൊണ്ടിരുന്നത്. ബാക്ക് ടു ബാക്ക് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറൽ പ്രോസസ്സിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഈ മാസം 15-ാം തീയതി 1, 2, 3 സബ്ജക്റ്റുകളുടെ വന്നിട്ടുണ്ടെങ്കിൽ 15-ാം തീയതി ഒരു നോട്ടിഫിക്കേഷൻ ഡേറ്റ് ആണ്. 15-ാം തീയതിയും 30-ാം തീയതിയുമാണ് PSCയെ സംബന്ധിച്ചിടത്തോളം ജനറലി നോട്ടിഫിക്കേഷൻ വരുന്നത്. 15-ാം തീയതി നോട്ടിഫിക്കേഷൻ കുറച്ച് സബ്ജക്റ്റിൻ്റെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, ബാക്ക് ടു ബാക്ക് എന്ന രീതിയിൽ അടുത്ത 30-ാം തീയതി അടുത്ത കുറേ സബ്ജക്റ്റിൻ്റെ ഇടും. വീണ്ടും അടുത്ത മാസം 15-ാം തീയതി അടുത്ത കുറേ സബ്ജക്റ്റിൻ്റെ ഇടും. ഇത് നമ്മുടെ കേരള PSC നടത്തിക്കൊണ്ടിരുന്ന രീതിയാണ് ഒരു രീതി. പിന്നെ ഇതിന് പുറമേ ഉള്ള മറ്റൊരു രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും റാങ്ക് ലിസ്റ്റ്, ആ റാങ്ക് ലിസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ കോവിഡ് കഴിഞ്ഞ സമയത്ത് 2021 എന്ത് സംഭവിച്ചു? 2021 ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ, ഒറ്റ ഗസറ്റിൽ സിംഗിൾ ഗസറ്റിൽ ഡിസംബർ 30 ഗസറ്റിലാണ് എല്ലാ സബ്ജക്റ്റിൻ്റെയും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ്, ഇക്കണോമിക്സ് ഒക്കെ വരുന്ന ആ ഒരു പൂൾ ഓഫ് സബ്ജക്റ്റിൻ്റെ ആ ഒറ്റ ഗസറ്റിൽ തന്നെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പം അവിടെയാണ് സെറ്റിൻ്റെ ഒരു കാര്യം നമുക്ക് വരുന്നത്. അവിടെ ഫെബ്രുവരി മാസം 2-ാം തീയതി ആ നോട്ടിഫിക്കേഷൻ എൻഡ് ചെയ്യുന്നത് ഫെബ്രുവരി മാസം 2-ാം തീയതിയോ, ഡിസംബർ 30-ന് വന്നു 2020 ഡിസംബർ 30-ന് വരികയോ, 21 ഡിസംബർ 30-ന് വന്നു, 22 ഫെബ്രുവരി മാസം 2-ാം തീയതിയോ 4-ാം തീയതി വരെയോ ആ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഓൺ ആയിരുന്നു, ലൈവ് ആയിരുന്നു. ആ ലൈവിനുള്ളിൽ തന്നെ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്തു, സെറ്റിൻ്റെ റിസൾട്ട് 10 ദിവസം കൊണ്ട് സെറ്റിൻ്റെ റിസൾട്ട് അന്ന് LBS എന്ത് ചെയ്തു, പുറപ്പെടുവിപ്പിച്ചു. അപ്പം കുറച്ചും കൂടെ കുട്ടികൾക്ക് ആ HSSTയുടെ എക്സാം എഴുതാൻ വേണ്ടി സാധിച്ചു. ഇവിടെ വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒന്നില്ലെങ്കിൽ ഡിസംബർ 30, ഇല്ലെങ്കിൽ ജാനുവരി 15 നമ്മുടെ പ്രോബബിലിറ്റി അനുസരിച്ച് ജാനുവരി 15 ഡിസംബർ 30 നോട്ടിഫിക്കേഷൻ വരും എന്നാണ് ഒരു 90% നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. പക്ഷേ അപ്പോഴും നമ്മുടെ ഒരു വലിയൊരു സംഖ്യ കുട്ടികൾ ഈ ഇപ്പോഴത്തെ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരു 2 ആഴ്ചയെങ്കിലും വാലുവേഷൻ പ്രോസസ്സിന് വേണ്ടി വേണം, റിസൾട്ട് വരാൻ വേണ്ടി 2 ആഴ്ച വേണം.
അപ്പം വീണ്ടും എന്ത് ചെയ്യും, അത് വീണ്ടും ലാഗ് ആകാനാണ് സാധ്യത. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണെങ്കിൽ മാർച്ച് 15 വല്ലതും നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ, ഫെബ്രുവരി 15 നോട്ടിഫിക്കേഷൻ വന്നിട്ട് മാർച്ച് 15 വല്ല നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ആണ്. അങ്ങനെ ആ സെറ്റുകാരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു രീതിയാണ് കാണുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല, ജനറലി PSCയുടെ ഒരു പാറ്റേൺ അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഏത് റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നതിന് മുമ്പും എന്താണ് പ്രോസസ്സ് തുടങ്ങുന്നതാണ് PSCയുടെ ഒരു രീതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തു, ഒരു ഡാറ്റ കാണിച്ചിരുന്നു. ഇപ്പോൾ സുവോളജിയെ സംബന്ധിച്ചിടത്തോളം 30/10/2023 അപ്പോൾ ഇൻ കേസ് നമ്മൾ ഫെബ്രുവരി 15 വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡേറ്റിൽ 30/10 കഴിഞ്ഞിട്ടുള്ളത് എന്താണ്, 31/10 31/10/2026 പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കുകയില്ല. അപ്പോൾ എന്താണ്, നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒരുപാട് മുമ്പോട്ട് പോവുകയില്ല. മാക്സിമം പോയാൽ ഡിസംബർ 30 അല്ലെങ്കിൽ ജാനുവരി 15 തന്നെ എന്ത് ചെയ്യും, ഈ നോട്ടിഫിക്കേഷൻ വരും. ഇവിടെ എല്ലാത്തിൻ്റെ ഡേറ്റും ഉണ്ട്. അതിനകത്ത് ആകെ ഒരു കൺഫ്യൂഷൻ എന്താണ് ഉള്ളത്, നമ്മുടെ കെമിസ്ട്രിയുടെ കേസിൽ മാത്രമേ ഉള്ളൂ. കെമിസ്ട്രിയുടെ കേസിൽ ഞാൻ ഇന്നാളും പറഞ്ഞു, അവിടെ റാങ്ക് ലിസ്റ്റിൻ്റെ കേസിൽ മെയിൻ ലിസ്റ്റിൽ നിന്ന് 51 പേർക്ക് അഡ്വൈസ് അയച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റാങ്ക് ലിസ്റ്റ് എന്നുള്ളത് അതിൻ്റെ അവസാനം 11th ഹവറിൽ നിൽക്കുന്ന റാങ്ക് ലിസ്റ്റാണ്. ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ഇംഗ്ലീഷും ഒക്കെ എന്താണ്, അവ ഒരു റാങ്ക് ലിസ്റ്റ് എന്ന നിലയിൽ 11th ഹവറിലല്ല, മറിച്ച് അതിൻ്റെ പീരീഡ് ഓഫ് ടെനുവറിൽ എന്താണ്, അതിൽ ആ ഒരു സമയക്രമത്തിൽ അത് 11th ഹവറിലാണ്. പക്ഷെ കെമിസ്ട്രിയുടെ എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ്, ഇപ്പോഴും ഒരു മിഡിൽ ഏജിൽ നിൽക്കുന്ന, അതിൻ്റെ ടെനുവർ നോക്കുമ്പോൾ മിഡിൽ ഏജിൽ നിൽക്കുന്ന റാങ്ക് ലിസ്റ്റ് ആണ്. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് അബ്സോർബ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അതൊരു 11th ഹവറിലോ അല്ലെങ്കിൽ 12th ഹവറിലോ നിൽക്കുന്ന റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പം ഈ ഒരു ട്രെൻഡ്, ഈ ഒരു ഡാറ്റ നമ്മൾ വിശകലനം ചെയ്യുമ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഡിസംബർ 30 അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ പറയുന്ന ജാനുവരി 15. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, ഇതേ റാങ്ക് ലിസ്റ്റ്, ഇതേ നോട്ടിഫിക്കേഷൻ ഇതിന് മുമ്പ് വന്ന സമയത്ത് വന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ. BSc ഫിസിക്സുകാർക്കും അതുപോലെ തന്നെ എൻജിനീയറിംഗിൽ എനി സ്ട്രീം ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനും എഴുതാനും സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ലീഗൽ മെട്രോളജി. പഠിച്ചിട്ട് എഴുതണം. നമുക്ക് കേരളത്തിൽ ഏകദേശം 10-60-70 പോസ്റ്റുകൾ കാണും. അപ്പോൾ അത് ശ്രമിക്കേണ്ടതാണ്, പഠിച്ചിട്ട് എഴുതണം. ബിടെക്കുകാർക്ക് നല്ല അവസരമാണ്. അതിൻ്റെ കൂട്ടത്തിൽ വന്ന നോട്ടിഫിക്കേഷനാണ് ലീഗൽ മെട്രോളജി. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഈ ഡിസംബർ 30 അല്ലെങ്കിൽ ജാനുവരി 15 എന്ന ഡേറ്റിനപ്പുറത്തേക്ക് പോകുന്നില്ല. ഈ ഡിസംബർ 30 ജാനുവരി 15 കൂടെ നോക്കുകയാണെങ്കിൽ ഒരു 95% ഡിസംബർ 30 5% കൂടിയേ ഉള്ളൂ. 5% മാത്രമേ ഉള്ളൂ ജാനുവരി 15. ഇൻ കേസ് എന്തെങ്കിലും അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആണ് ഒരു 10% 3% ഒക്കെ മാത്രമേ ഉള്ളൂ പ്രോബബിലിറ്റി ഈ ഒരു ഡേറ്റ് എക്സീഡ് ചെയ്ത് പോകാൻ വേണ്ടി. അതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു പ്രോസസ്സിൽ കൂടുതലായിട്ട് ഗസ്റ്റ് ടീച്ചേഴ്സിനെ ഹയർ ചെയ്യേണ്ടി വരും. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക്കലി ഗസ്റ്റ് ടീച്ചറാണ് ലാഭമെങ്കിലും, പക്ഷെ ആസ് എ ബോർഡ് ഒരു വെൽഫെയർ ഓറിയൻറ്റഡ് നമ്മൾ നോക്കുമ്പോൾ ക്വാളിറ്റി ഓഫ് ടീച്ചിങ്ങിൽ അത് ബാധിക്കും. അത് ഗവൺമെൻറ് മുമ്പോട്ട് അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈവൻ ഇപ്പോൾ ഫിസിക്കൽ സയൻസിൻ്റെ കേസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. ഹൈസ്കൂളിൽ ഈവൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് കേസ് എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കുന്നത് പറഞ്ഞാൽ കോടതിയുടെ പ്രോസസ്സ് കോടതി ജഡ്ജി അത് കൂടുതൽ സമയം ആ കേസ് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എല്ലാം വിശകലനം ചെയ്തിട്ട് മാത്രമേ ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് അവരെത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ആ കേസ് അത്രയും ഡിലേ ആകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഡിസംബർ 30 അല്ലെങ്കിൽ ജാനുവരി 15. അപ്പം നിങ്ങൾക്കൊരു സുവർണാവസരമാണ്. ഹയർ സെക്കൻഡറി സെറ്റ് PG ഒക്കെ ഉള്ള നമ്മുടെ യുവ അധ്യാപകർക്ക്, ടീച്ചിങ് ഫ്രറ്റേണിറ്റിയിലുള്ള സെറ്റും PGയും ഒക്കെ ഉള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് നല്ലൊരു അവസരമാണ് ഈ HSST എന്ന് പറയുന്നു. അതുപോലെ തന്നെ
നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മൾ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, സുവോളജി, ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി, ഇക്കണോമിക്സ് എന്നിനാണ്. അതുപോലെ തന്നെ ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള സൈക്കോളജിക്കും അതുപോലെ ജിയോളജിക്കും നമ്മൾ ജനറൽ പേപ്പറിൻ്റെ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം ലഭ്യമാകുന്നതാണ്. അപ്പം ഈ ഒരു ബാച്ചിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ബോർഡ് നമ്പറിൽ വിളിക്കുക. അപ്പം നമുക്ക് വീണ്ടും ഇതുപോലെ ഇപ്പം അപ്ഡേറ്റ്സ് വരുന്ന സമയമാണ്, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അത് നമ്മൾ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഒന്നില്ലെങ്കിൽ ത്രൂ വീഡിയോ അല്ലെങ്കിൽ ത്രൂ മെസ്സേജസ് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്